ലയണൽ മെസ്സി നയിക്കുന്ന അർജന്റീന, ലൂയിസ് സുവാരസും ഡാർവിൻ നൂനസും നയിക്കുന്ന ഉറുഗ്വേ, ജെയിംസ് റോഡ്രിഗസിന്റെ നേതൃത്വത്തിലെത്തുന്ന കൊളംബിയ, നെയ്മറിന്റെ അഭാവത്തിലെത്തുന്ന ബ്രസീൽ. അങ്ങനെ ലോക ഫുട്ബോളിൽ കാൽപന്ത് കൊണ്ട് കവിത വിരിയിച്ച ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ പോരാട്ടത്തിന് തുടക്കമാവുകയാണ്. യുഎഫ യൂറോ കപ്പ് 2024 ഗ്രൂപ്പ് ഘട്ട പോരാട്ടം പുരോഗമിക്കുന്നതിനിടെ ഫുട്ബോൾ പ്രേമികളെ കൂടുതൽ ആവേശത്തിലാക്കിയാണ് കോപ്പ അമേരിക്ക 2024 വരവ്. ഇതോടെ വൈകുന്നേരങ്ങളിൽ ആരംഭിക്കുന്ന ഫുട്ബോൾ പോരാട്ടങ്ങൾ നേരം വെളുക്കുവോളം തുടരും. യൂറോ കപ്പ് ഇന്ത്യൻ സമയം വൈകിട്ട് 6:30 ആരംഭിക്കുന്നതെങ്കിൽ കോപ്പ അമേരിക്കയിൽ പുലർച്ചെ 3:30 മുതൽ മത്സരങ്ങൾ തുടങ്ങും. 2024 കോപ്പ അമേരിക്കയിലെ ഗ്ലാമർ ടീമുകളായ അർജന്റീനയുടെയും അതുപോലെ തന്നെ ബ്രസീലിൻ്റെയും പ്രതീക്ഷകളും ടീമിൻ്റെ കരുത്തും എന്താണ്? ഫിഫ ലോക റാങ്കിങ്ങിൽ 1ാം സ്ഥാനക്കാരാണ് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീന. മാത്രമല്ല കോപ്പ അമേരിക്കയിലും ഇപ്പോഴത്തെ ചാമ്പ്യന്മാർ ലയണൽ മെസ്സി നയിക്കുന്ന അർജന്റീൻ സംഘം തന്നെയാണ്. ലയണൽ മെസ്സി, ഏഞ്ചൽ ഡി മരിയ, ലൗതാരോ മാർട്ടിനസ് തുടങ്ങിയ പരിചയസമ്പന്നരും അവർക്കൊപ്പം ലോകകപ്പ് നേടിയ സംഘത്തിലെ നിർണായക സാന്നിധ്യങ്ങളായിരുന്ന എൻസോ ഫെർണാണ്ടസ്, അലക്സിസ് മാക്കലിസ്റ്റർ, ജൂലിയൻ ആൽവാരസ്, റോഡ്രിഗോ ഡിപോൾ, എമിലിയാനോ മാർട്ടിനസ് തുടങ്ങിയവരും അണിനിരക്കുന്നതാണ് അർജന്റീന. ലയണൽ മെസ്സിക്ക് ചുറ്റും സൃഷ്ടിക്കപ്പെട്ട ഒരു ടീമാണ് അർജന്റീനയുടേത്. അതിൻ്റെ കരുത്ത് 2022 ഖത്തർ ഫിഫ ലോകകപ്പിൽ കിരീടം ഉയർത്തിയ അർജന്റീനക്കാർ കാണിച്ചു തന്നിരുന്നു. 2020 കോപ്പ അമേരിക്ക കിരീടത്തോടെയാണ് ലയണൽ മെസ്സിയും സംഘവും ഈ തേരോട്ടം ആരംഭിച്ചത്. തുടർന്ന് യൂറോ കപ്പ് ജേതാക്കളും കോപ്പ അമേരിക്കൻ ചാമ്പ്യന്മാരും തമ്മിൽ ഏറ്റുമുട്ടിയ കോൺമെബോൾ യുവേഫ കപ്പ് ഓഫ് ചാമ്പ്യൻസിലും അർജന്റീന മുത്തം വെച്ചിരുന്നു. ക്ലബ് ഫുട്ബോളിൽ അമേരിക്കൻ മേജർ ലീഗ് സോക്കർ ക്ലബ്ബായ ഇന്റർ മയാമിക്ക് വേണ്ടിയാണ് മെസ്സിയും അതുപോലെ തന്നെ ഡീമരിയയും കളിക്കുന്നത്. പരിക്കിന്റെ ഭീഷണി അതിജീവിച്ചാണ് മെസ്സി കോപ്പ അമേരിക്ക പോരാട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഗ്വാട്ടിമാലയ്ക്കെതിരായ മത്സരത്തിൽ ഇരട്ട ഗോളുകൾ നേടി മെസ്സി ആരാധകരുടെ പ്രതീക്ഷാഭാരം തന്നിൽ ഭദ്രമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. മാത്രമല്ല 19-കാരനായ അലക്സാൻഡ്രോ ഗർനാച്ചോ അതുപോലെ തന്നെ വാലന്റിൻ കർബോണി എന്നിവരും അർജന്റീനയുടെ കോപ്പ സംഘത്തിലുണ്ട്. അടുത്ത ഒരു ജനറേഷനെയും അർജന്റീന കൃത്യമായി പരീക്ഷിക്കുന്നുണ്ട് എന്നത് അവരുടെ കരുത്താണ്. ഗ്രൂപ്പ് എയിൽ പെറു, ചിലി, കാനഡ ടീമുകൾക്കൊപ്പമാണ് അർജന്റീന. കാനഡയ്ക്കെതിരെയാണ് ഗ്രൂപ്പിൽ അർജന്റീനയുടെ ആദ്യ മത്സരം. കളിക്കളത്തിൽ അർജന്റീനയുടെ ദൗർബല്യം അത്രമേൽ പ്രശ്നമല്ല. കാരണം 2023 നവംബർ 15 ശേഷം അർജന്റീന ഇതുവരെ ഒരു തോൽവി അറിഞ്ഞിട്ടില്ല. 2026 ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ ഉറുഗ്വേയോടായിരുന്നു ടീമിന്റെ അവസാന പരാജയം. പിന്നീട് ബ്രസീലിനെയും എൽ സാൽവദോറിനെയും കോസ്റ്റാറിക്കയെയും ഇക്വഡോറിനെയും ഗ്വാട്ടിമാലയെയും അവർ കീഴടക്കി. ചാമ്പ്യൻഷിപ്പ് നിലനിർത്താനും 16ാം കോപ്പ അമേരിക്ക എന്ന ചരിത്രം കുറിക്കാനും അർജന്റീനയ്ക്ക് സാധിക്കുമോ എന്നറിയാൻ ഫുട്ബോൾ പ്രേമികൾ കാത്തിരിക്കുകയാണ്. ജൂനിയർ പെലെ എന്ന വിശേഷണം ഇതിനോടകം സ്വന്തമാക്കിയ കൗമാര താരം എൻട്രിക്കിന്റെ ഗോൾ സ്കോറിംഗ് പാടവമാണ് ബ്രസീലിന്റെ ഇത്തവണത്തെ ഏറ്റവും വലിയ കരുത്ത്. 6 രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് 3 ഗോളുകളാണ് എൻട്രിക് ഇതുവരെ ബ്രസീൽ ജേഴ്സിയിൽ സ്വന്തമാക്കിയത്. ഇതിൽ 2 ഗോളും ബ്രസീലിനെ ജയത്തിലെത്തിച്ചതായിരുന്നു. മാത്രമല്ല ഇംഗ്ലണ്ട്, സ്പെയിൻ, മെക്സിക്കോ ടീമുകൾക്കെതിരെയായിരുന്നു എൻട്രിക്കിന്റെ ഈ 3 ഗോളുകൾ എന്നതും ശ്രദ്ധേയം. അതായത് കാനറികളുടെ രക്ഷകൻ എന്ന പരിവേഷം എൻട്രിക്കിന് ഇതിനോടകം സ്വന്തമായി കഴിഞ്ഞു. ഇഞ്ചുറി ടൈമിൽ പോലും ഗോൾ നേടി ബ്രസീലിനെ ജയത്തിലെത്തിക്കും എൻട്രിക് എന്ന വിശ്വാസം ഇപ്പോൾ ആരാധകർക്ക് വന്നു കഴിഞ്ഞു. പാൽമറസിന്റെ എൻട്രിക്കിനൊപ്പം വിനീഷ്യസ് ജൂനിയർ, റോഡ്രിഗോ, എഡർ മിലിറ്റാവോ എന്നീ റയൽ മാഡ്രിഡ് കളിക്കാരും ബാഴ്സലോണയുടെ റാഫിഞ്ഞ, ആഴ്സണലിന്റെ ഗബ്രിയൽ മാർട്ടിനെല്ലി, യുവന്റസിന്റെ ഡാനിലോ തുടങ്ങിയവരും ബ്രസീലിന്റെ കരുത്തായുണ്ട്. പരിക്കേറ്റ് വിശ്രമത്തിലുള്ള സൂപ്പർ താരം നെയ്മറിന്റെ അഭാവം തന്നെയാണ് ബ്രസീലിന്റെ ഏറ്റവും വലിയ ബലഹീനത. മാത്രമല്ല സമ്മിശ്ര മത്സര ഫലങ്ങളാണ് കാനറികൾക്ക് അടുത്തിടെയുള്ളത്. 2023 നവംബർ 22 അർജന്റീനയുടെ 1-0 ടീം പരാജയപ്പെട്ടു. എന്നാൽ പിന്നീട് നടന്ന സൗഹൃദ മത്സരങ്ങളിൽ ഇംഗ്ലണ്ടിനെയും മെക്സിക്കോയെയും തോൽപ്പിച്ചു. എന്നാൽ സ്പെയിനെതിരെയും USA-ക്കെതിരെയും ടീം സമനില വഴങ്ങി. ഡോറിവാൾ സിൽവസ്റ്റർ ജൂനിയർ ആണ് ബ്രസീലിന്റെ പരിശീലകൻ. രാജ്യാന്തര ഫുട്ബോളിൽ 4 മത്സരങ്ങളുടെ മാത്രം പരിചയമേ ഡോറിവാലിനുള്ളൂ എന്നത് കോപ്പ അമേരിക്ക പോലുള്ള വൻ ടൂർണമെന്റിൽ ബ്രസീലിന് തിരിച്ചടിയായേക്കാം. അതേസമയം ഡോറിവാലിന്റെ ശിക്ഷണത്തിൽ ഇറങ്ങിയ 4 കളികളിൽ 2 ജയവും 2 സമനിലയുമാണ് ബ്രസീലിനുള്ളത് എന്നതും ശ്രദ്ധേയം. കോപ്പ അമേരിക്കയിൽ ഗ്രൂപ്പ് ഡിയിൽ കൊളംബിയ, പരാഗ്വേ, കോസ്റ്റാറിക്ക ടീമുകൾക്കൊപ്പമാണ് ബ്രസീൽ. ഗ്രൂപ്പിലെ എതിരാളികൾ കരുത്തരാണ് എന്നതും ബ്രസീലിന് മുന്നിലെ വെല്ലുവിളിയാണ്.